അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഒരുപാട് ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവരാണ്. സാമ്പത്തികപരമായ ഞെരുക്കം എല്ലാവർക്കും ഉള്ളതുമാണ്. നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, അത് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെ മുഖ്യമായ കാര്യമാണ്. പലരും അനാവശ്യമായി ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ സാമ്പത്തികപരമായ ഇടപാടുകൾ നടത്തുമ്പോൾ വലിയ കടങ്ങളും പ്രയാസങ്ങളും വന്ന് ജീവിതത്തിൻ്റെ ദിശ തന്നെ തെറ്റിപ്പോകുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്, കണ്ടുവരുന്നതുമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ശൈലിയാണ്. അത് നമുക്കൊരു മാതൃകയാണ്. നാം ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു കാര്യം, കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ഓവർ ചെലവില്ലാതെ അതിൽ നിന്നും കുറഞ്ഞ രീതിയിൽ ചെലവഴിച്ച് ജീവിതം സുന്ദരമാക്കുക എന്നുള്ളതാണ് ആദ്യമായ അധ്യാപനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പാഠം തന്നിട്ടുള്ളത്. എന്നാൽ ജീവിത സാഹചര്യവുമായി കൊണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് കടങ്ങൾ നാം പേടിക്കുന്നവരാകാം, കൊടുക്കുന്നവരാകാം. ചിലപ്പോൾ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അതിൽ അകപ്പെട്ടുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കും പ്രധാനമായി പറയാനുള്ളത്, നാം അധ്വാനിക്കണം. അധ്വാനിക്കുന്നതിലുള്ളതായ സമ്പാദ്യമാണ് ഏറ്റവും ഹൈറായ സമ്പാദ്യം. അതിലൊരു ബറക്കത്തുണ്ടാവാനും നമ്മുടെ കടങ്ങൾ നാം തന്നെ അറിയാതെ അത് വീടാനുള്ള വഴികളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആനികമായ ഒരുപാട് സൊല്യൂഷൻസും അതിൽ ഉണ്ട്. അതിൽപ്പെട്ട ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഒരു പരിഹാര മാർഗമാണ്. ജീവിതത്തിൽ നാം ഫർളായ ഇബാദത്തുകളൊക്കെ ചെയ്ത് നമ്മുടെ 5 വഖത്ത് നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി കൃത്യമായി ഇബാദത്തുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ളതായ ഞെരുക്കങ്ങൾക്കൊക്കെ വളരെയധികം അത് മാറി സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വളരെ നിമിഷങ്ങൾ മതി. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ആലി ഇമ്രാൻ സൂറത്തിലെ 26, 27 ഈ 2 ആയത്തുകൾ നാം എല്ലാവരും പതിവാക്കുക. ഏതാണ് ആ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. സൂറത്തു ആലി ഇമ്രാനിലെ 26, 27 അധ്യായമാണ്. ഈ 2 ആയത്തുകൾ നാം ദിനേന നമ്മുടെ ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റുള്ള ഇബാദത്തുകൾക്ക് ശേഷമൊക്കെ നാം വളരെ ആത്മാർത്ഥമായി വുളൂഇലായി ഖിബിലക്ക് മുന്നിട്ടിരുന്ന് എൻ്റെ കടങ്ങളൊക്കെ റബ്ബേ വീട്ടിത്തരണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹു അതിനുള്ള വഴികളൊക്കെ എളുപ്പമാക്കി തരും. നാം വിഷമിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഖളാഇൽപ്പെട്ടതാണ്. നമുക്ക് അള്ളാഹു പരീക്ഷണമാണ് വിധിച്ചതെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും നമുക്ക് മാറാൻ സാധിക്കുകയില്ല. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാൻ ഒരാളും അർഹനുമല്ല. ഇതൊക്കെ വളരെ ആത്മാർത്ഥമായി ചിന്തിച്ച് നല്ല ബോധ്യത്തോടുകൂടെ മനസ്സിലാക്കി നാം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ അറിയാതെ തന്നെ നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്തിലും നാം മുന്നിടുന്ന എല്ലാ മേഖലകളിലും ഒരു ബറക്കത്തുണ്ടാകും. അതിന് ഞാൻ ആണയിട്ട് പറയുന്നു, നമ്മുടെ ഫർളായ ഇബാദത്തുകൾ ഒരിക്കലും മുടക്കം വരുത്തരുത്.
നാം നമ്മുടെ ഫർളായ ഇബാദത്തുകൾ എടുക്കുന്നതോടുകൂടെ തന്നെ സുന്നത്തായ ഇബാദത്തുകളും കൂടെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി മാറുവാൻ അത് സഹായകമാക്കും. ഇത്തരത്തിലുള്ള ആയത്തുകൾ പതിവാക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം കടം വീടലാണ്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഇന്ന ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഉദ്ദേശം എത്തണം എന്ന കാര്യമാണ് നമുക്ക് മുന്നിലുള്ളതെങ്കിൽ നാം അതിൽ വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഇബാദത്തുകളും ചെയ്യുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി തന്ന് അനുഗ്രഹിക്കട്ടെ. നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ. സംശുദ്ധമായ സമ്പൽ സമൃദ്ധിയുള്ള ജീവിതം അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.